ഇതാ താക്കോൽ. പേടിക്കാതെ ധൈര്യമായിട്ട് മേടിച്ചോളൂ, ഞാനില്ലേ കൂടെ. കോടതി മുദ്രവയ്ക്കുന്നതിന് മുമ്പുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റായത്. ഒത്തു നോക്കിക്കോളൂ. 10-200 കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായത്. 2 കൊലപാതകം വേറെയും. അതുകൊണ്ടൊരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ. മെല്ലെ. എടോ കോന്തം വക്കീലെ, വീണത് താനല്ല, ഞാനാ. വെറും വീഴ്ചയല്ല, മൂക്കും കുത്തിയാ വീണത്. കൊട്ടാരം ഭരിക്കാൻ കിരീടവും ചെങ്കോലും ഒരുക്കിയിരുന്നതാ. എന്നിട്ടിപ്പോ എന്തായി? ആ നാരായണക്കുറുപ്പ് അനന്തരവന് വേണ്ടി ഇത്രയും മൂളി പിടിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട കൊട്ടാരത്തിലാ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ചെക്കൻ കയറി ഭരിക്കണത്. എന്തോന്ന് ഭരിക്കാൻ? ഭൂതപ്രേത പിശാചുകളുടെ ആവാസ കേന്ദ്രം അവിടം. അവിടെ മനസ്സമാധാനത്തോടെ ഭരിക്കണമെങ്കിലേ കുറച്ച് ചങ്കൂറ്റം വേണം. അതല്ല, ഇനി അവരുടെ ഭരണം തുടരാനാണ് പ്ലാനെങ്കിൽ വർമ്മ വിഷമിക്കണ്ട. ഇന്നേ 7-ന്റെ അന്ന് ആ കേസില്ല വക്കീലിനെയും ഗുമസ്തനെയും അവിടുന്ന് ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വർമ്മയോർത്തിട്ട് മാത്രമല്ല, ഞാൻ സ്വപ്നം കണ്ട സിംഹാസനത്തിലാവൻ കയറിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ മോണയല്ലെന്ന് അവൻ അറിയും. തീക്കൂനയ്ക്ക് മുന്നിൽ തീക്കൊള്ളിക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. അനന്ത, ചെലം കേട്ട ശബ്ദം. കോപ്പ് താക്കോല ആണോ? അനന്ത, എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാണ്. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് തന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച് നീയല്ലേ. എന്നിട്ടിപ്പോ അയ്യോ, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തി മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ച് തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളാം. ആദ്യം ഇതിനകം ഒക്കെ ഒന്ന് തുറന്നു കാണാം. എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. തീരുമാനിച്ചു. ഇവരെന്തിനാ നമ്മൾ അടിച്ചത്?
നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും. ആ ഇനി നീ തീരുമാനിക്ക് ഇവിടെ താമസിക്കണോ അതോ വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. ഓടാ. ആ. പിശാച് വരുന്നു. ഞാൻ പോണില്ല. ബാ. മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്താനാണെന്ന് നീ ആക്കി പറഞ്ഞു. ഉം. തന്റെ അടുത്ത് എന്താ പറയാൻ പോണേ? പറഞ്ഞു, എന്തും പറഞ്ഞു. നമസ്കാരം. ഇരിക്കുക. ഞാൻ അനന്തപത്മനാഭൻ. ഉറുമീസ്. മോള് പറഞ്ഞു റിസീവറാ അല്ലേ? അതെ. കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ നിന്നറിഞ്ഞു. നല്ല ചുമ. ക്ഷയമാണോ? ക്ഷേമമാണോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്ത് ക്ഷേമം? അസുഖമൊന്നുമില്ല, പക്ഷെ വയ്യ. പോലീസുകാര് കൊണ്ടുപോയി കുറെ ഇടിച്ചു പിഴിഞ്ഞതല്ലേ. എന്നാത്തിനാ? തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ. അപ്പൊ തട്ടിയത് ചേട്ടനാണോ? എന്നിട്ട് കൊട്ടാരത്തിലെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് അവർക്ക് കൈ കിട്ടിയത് തന്നെയാ. ഞാൻ അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ആ നന്ദനവർമ്മയും മഹാദേവവർമ്മയും പോലീസിന് കൊടുത്ത മൊഴി. അതിന് കാരണമുണ്ട്. അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം. എനിക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. അതിൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്കും എന്റെ കുഞ്ഞിനും പേടിയാ. കൊട്ടാരത്തിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങളൊന്നും മോഷണം പോവാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാവോ കൊല നടന്നത്? എനിക്കറിയില്ല കുട്ടി. കഴിയുന്നത്ര നന്മ മാത്രമേ തമ്പുരാനും തമ്പുരാട്ടിയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു വിധി. ചായ കഴിക്കുക. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങള് വന്നത് പറഞ്ഞോളൂ. ഇന്നലെ രാത്രി ഈ കള്ളന്മാരെ പറ്റാൻ തോന്നുന്നു ഞങ്ങളുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതെയോ? കുറെ കാലായി പൂട്ടിക്കിടക്കണ കൊട്ടാരല്ലേ. ഏതായാലും ഒന്ന് സൂക്ഷിക്കണേ നല്ലതാ. കൊട്ടാരത്തിന്റെ അകമൊക്കെ ഒന്ന് തുറന്നു കാണണം. പരിചയമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. വിനോദമില്ലെങ്കിൽ ഒന്ന്. വേണ്ട, അച്ഛൻ നല്ല സുഖമില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. കൊട്ടാരം പൂട്ടി പോലീസുകാര് സീല് വെക്കണത് കണ്ട് ബോധം കെട്ട് വീണതാ ഞാൻ. അതേ പിന്നെ ആ പൂമുഖത്തെ എനിക്കത് നോക്കാൻ പോലും എനിക്ക് കഴിയണില്ല. തമ്പുരാന് ഞാനൊരു കാര്യസ്ഥൻ മാത്രമായിരുന്നില്ല, ഒരു കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വരാം. ഒക്കെ മാറാല പിടിച്ച് കിടക്കുക. അത് സാരമില്ല. ചിലത് കമ്പിയൊക്കെ വല കിട്ടിയിരിക്കുന്നത്. എന്തൊരു ബലം. അവിടെ ചതുരംഗം കളിക്കാം. തമ്പുരാ റമ്മി കളിക്കാറില്ലേ? അമ്മ ഇതേ മര്യാദ കൂടെ വേണം. അതെ അതെ, കൊരങ്ങന്റെ പൂമാല കൊടുത്തോ. ഈശ്വര, എന്താ ഐശ്വര്യമായിട്ട് കിടന്നതാ. ഇപ്പൊ മൂതേവി അടഞ്ഞു. തഞ്ചാവൂരിലെ തച്ചന്മാരെ വെച്ച് ചെയ്യിച്ചതാ ഈ കാണുന്ന കൊത്തുപണികളൊക്കെ. അത് ഒറ്റത്തടിയില്. വരൂ. വന്നോളൂ. ഇതാണ് തമ്പുരാന്റെ പള്ളിയറ. ഓഹോ. ഇവിടെ വെച്ചാണ് ആരും കൊല നടന്നത്. വരിക. കഷ്ടം തന്നെ. രാജവാഴ്ച ചിതലരിച്ചു. ബാർഹോള രാജസദസ് കൂടിയിരുന്നത് ഇവിടെയാ. ഓ എന്റെ കർത്താവേ, എന്തു ആനന്ദായത്. ഒരു അന്തവും ഇല്ലേ? ഉറുമീസേ, ഓ ഇത് ജനാധിപത്യമല്ല, രാജഭരണമാ. വരിക വരിക.
ആയിപ്പോയത്. ഇതായിരുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു ഉദയവർമ്മ തമ്പുരാൻ. ഓവറാവരുത് കേട്ടോ. എന്താ ഇത്? സാരില്ല, നമുക്ക് നടക്കാം. അച്ഛനെന്താ വല്ലാണ്ടിരിക്കണേ? സുഖമില്ലേ? കൊട്ടാരത്തിനകം ഒന്ന് തുറന്നു കണ്ടപ്പോ ആകെ തളർന്നു പോയി കുട്ടി. മാറാല പിടിച്ചു കിടക്കണ തമ്പുരാന്റെ ആ പാടം, ഓ, ആ മുഖത്തേക്കൊന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നെ നോക്കി രാവുണ്ണി എന്ന് വിളിക്കണ പോലെ ഒരു തോന്നല്. ഈ റിസീവർമാരൊക്കെ ഇനി കൊട്ടാരത്തിലാവോ താമസിക്കണേ? ആയിരിക്കും. ഇങ്ങനെ പൂട്ടിക്കിടക്കണേലും ഭേദം അതന്നെയാ. ആളനക്കെങ്കിലും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ കൊട്ടാരം സർക്കാർ ഏറ്റെടുത്ത സ്ഥിതിക്ക് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുവോ അച്ഛാ? പറഞ്ഞാൽ ഇറങ്ങ തന്നെ. പല പ്രാവശ്യം തമ്പുരാൻ പറഞ്ഞതാ ഈ വീടും പുരയിടവും എന്റെ പേരിൽ എഴുതിക്കോളാൻ. ഞാനാ സമ്മതിക്കാണ്ടിരുന്നത്. അന്നൊന്നും ഇങ്ങനെ വരുന്നു കരുതിയില്ലല്ലോ. ഇപ്പൊ തോന്നുന്നു മണ്ടത്തരായി. ഞാനില്ലാണ്ടായാൽ എന്റെ കുട്ടി. അച്ഛൻ പറയണത് അതിന് കടക്കണുണ്ടോന്ന് അറിയില്ല. എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യ എന്റെ കുട്ടിയെ. കിഴക്കേ കോവിലത്തെ കാര്യസ്ഥന് ഒരു മോനുണ്ട്. നല്ല പയ്യനാന്നാ കേട്ടെ. ഒന്ന് ആലോചിക്കട്ടെ. അപ്പോ അച്ഛൻ പറയണത് കൊച്ചുതമ്പുരാൻ തിരിച്ചു വരില്ലെന്നാണോ? മരിച്ചു എന്ന് എല്ലാരും പറയണത് സത്യാണോ? പറയച്ചാ. അങ്ങനെയൊന്നും അല്ല. നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തപ്പോ. വേണ്ട, വേണ്ട. ഒന്നുമില്ലെങ്കിലും ഈ കാത്തിരിപ്പിന് വരുമെന്നൊരാശ്വാസമെങ്കിലും ഉണ്ടല്ലോ. അനന്തേട്ടൻ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. വരണമെന്ന് എപ്പോഴും വിചാരിക്കും. ആ കലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നില്ലേ കൊട്ടാരത്തിലെ സംഗതികളൊക്കെ. ഇപ്പോഴാണ് എല്ലാം ഒന്ന് നേരെ ചൊവ്വയായത്. രാജാവായിട്ട് വാഴയാണെന്ന് അറിഞ്ഞു. ഇത്രയും ദിവസമായിട്ട് എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കണം തോന്നിയില്ലല്ലോ. തോന്നുമ്പോ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ അതെന്താ എന്റെ അച്ചി വീടാ. മഹാരാജാവിന്റെ കൊട്ടാരം അത്. ഇറ്റ്സ് എ റോയൽ പാലസ്. ഓ, ഞാൻ വരുന്നില്ല. കൊണ്ടുപോവാടി. എല്ലാം ഒന്ന് നേരെ ചൊവ്വ ആവട്ടെ എന്ന് കരുതി. പിന്നെ രാജാവും മന്ത്രിയും പരിവാരങ്ങളൊക്കെ ആയി. ഒരു രാജ്ഞിയുടെ കുറവ് കൂടി ഉണ്ടവിടെ. ചിരിക്കൊന്നും വേണ്ട. ആ കുറവ് നികത്താൻ അമ്മാവനെ കാണാൻ ഇന്നോ നാളെയോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രാജാവാക്കിയത് പോരെ, ഇനി പട്ടമഹിഷിയും അമ്മാവൻ തന്നെ സംഘടിപ്പിച്ച് തരണോ? പട്ട ഞാൻ സംഘടിപ്പിച്ചോളാം. പക്ഷെ എന്റെ മഹിഷി അമ്മാവന്റെ കസ്റ്റഡിയിൽ പോയില്ലേ. മോഹം കൊള്ളാം. നിനക്കെന്താ മോഹമില്ലേ? മോഹിച്ചാ പോരല്ലോ, തീരുമാനിക്കേണ്ടത് അച്ഛനല്ലേ. അമ്മാവൻ സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാ. ഒരു ദിവസം ഞാൻ വരും പല്ലക്കുമായിട്ട് എന്റെ തമ്പുരാട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാൻ. പല്ലക്കൊന്നും. ഹിസ് ഹൈനസ് അനന്ത പത്മനാഭന് കൊട്ടാരത്തിൽ ഒരുപാട് ജോലികളുണ്ട്. പോട്ടെ.
പറമ്പിൽ കക്കൂസിന്റെ പുറകില് വെള്ള സാരി ഉടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നേരെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി ഉടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്. ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനും ഉണ്ടായിരുന്നു. ഭാര്യയെ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി, പുക, പാട്ട്, നമ്മൾ രണ്ടും കട്ട പുക. ദേ സാങ്, പാട്ട്. എവിടാ? അവിടെ എവിടെന്ന്? ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി വഴി ഉണ്ടായിരുന്നോ? ഓ, ത്വരങ്കം. ഉറുമീസേ, ഇതെവിടെ പോയി? ഇതാണ് വഴി. ഇതിലൊരു 3 എണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉറുമീസേ, നീ പറഞ്ഞ നേരെ. 2 എണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നുന്നു. അതല്ലേ ഇതിന്റെ ഒരു ഗുണം. ഉറുമീസേ, കസേര തനി ആടുവോ? ഒരിക്കലും ഇല്ല. പ്രേതം കസേര കയറിയിരുന്ന് ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയിലല്ല ഇദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് ആടും. ആരാണ് ആദ്യം പ്രേതത്തെ കണ്ടത്? ഞാനാ കണ്ടത്. ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. എന്നാൽ അവിടെ ഇരിക്കൂ. ആദ്യം കണ്ട ആള് മാത്രം ഇരിക്കട്ടെ. ചിരിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഇറങ്ങി വാടി. ഞാൻ എടിയല്ലേ, എടായാണ്. ഇറങ്ങ്. എങ്ങോട്ട് ഇറങ്ങാൻ? പോകോ പോകോ. ഞാൻ കണ്ടിട്ടില്ല. ഇവൻ മാത്രമാണ് കണ്ടത്. ആദ്യം കണ്ടത് അബദ്ധമായോ? പിടിക്കവനെ. അനന്താ, അവനെ എന്നെ ഒന്ന് പിടിക്ക്. രക്ഷിക്ക്. പിടിച്ചു നിർത്ത്. എന്നെ പിടിക്കരുത്. ഈ ബാധയെ പിടിച്ചു നിർത്ത്. വിടണേ, വിടണേ. പോകോ പോകോ. പോകോ. എങ്ങോട്ട് പോകാൻ? പാലവരത്തിലേക്ക് പോകൂ. ഞാൻ പാലായിക്ക് പൊക്കോളാം. അത് പോരാ. എന്നാ ഭരണിക്കാനത്തോട്ട് പോവാം. പാലമരത്തിലേക്ക് തന്നെ പോണം. മരത്തിൽ കയറാൻ തണുപ്പില്ല. വാ. പോകോ മുണ്ട് എന്റെ മുണ്ട് കഴിഞ്ഞ്. പോകോ വിടുമന്ത്രം. പോകോ. പാലമരത്തിലേക്ക് തന്നെ പോ. അതെന്റെ തന്തയോട് പറ. നിന്നെ ഞാൻ തളയ്ക്കൂടി. എന്റെ കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? ബാധ പോകുന്നുണ്ടോ? ബോധം പോകുന്നുണ്ട്. അതെ, ഇപ്പൊ പോയി. പള്ളിയിൽ അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചാ മതി എന്ന് പറഞ്ഞതാ, കേട്ടില്ല. അവന്റെ ഒടുക്കത്തെ അടി. ഇദ്ദേഹം ഒരു പേരുകേട്ട ഒത്തീർപ്പ് വക്കീലല്ലേ? ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസ്. അയ്യോ, 101 അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോകുന്നു പറഞ്ഞിട്ട് അവന്മാര് 98 അടിച്ചുള്ളൂ. ആഹാ, അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ? പിന്നെ എന്നാതെ പൂജയ്ക്കെന്നും പറഞ്ഞ് ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ. നക്കിത്തരം പറയാതെ എന്റെ അനന്ത. എത്ര പോയാലെന്താ? ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ? ആണോ? പക്ഷെ ഒരു സംശയം. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്ത് കിടക്കാവുന്ന. എന്നാ എരുമയുടെ പുറത്തോ പോത്തിന്റെ പുറത്തോ പോയി കയറി കിടന്ന് ഉറങ്ങണം മാപ്പിളെ. സപ്രപഞ്ച കട്ടിലിൽ കിടന്ന് കുത്തി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ. പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ? എന്ന് വെച്ചാരെങ്കിലും പന എന്നോടോ? പനയല്ല, പട്ടിയെ വരെ തിരുന്നൊരുത്തിന് എനിക്കറിയാം. അതാരാ? പറയില്ല, പക്ഷെ തുപ്പി കാണിക്കാം. വാസ്കോടിയാമ വെറും വാസ്തവനാക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായിലെ ചത്തുപോയ ചാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു. ശവം. എന്നാ കേട്ടോ,
വീണ്ടും കേട്ടു